ഹലോ, ഞങ്ങളുടെ ഇതാ ഇവിടെ നിന്നിരുന്ന ചെടിയുടെ ഒരു 3-4 ചെടി അവിടെ നിന്ന് പോയി കേട്ടോ. അപ്പോൾ ഒരെണ്ണേ അതിൻ്റെ കുറ്റിയേ ഉള്ളൂ, ബാക്കിയുള്ളതിന് കുറ്റിയില്ല. അപ്പോൾ അവിടെ നല്ല ഭംഗിയിൽ കാവടിച്ചെടി പോലെ ഇങ്ങനെ നിന്നാണ് അത് അറ്റത്തേക്കുള്ളത്. ഇതെല്ലാം ഇങ്ങനെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അറ്റത്ത് ഒരു 4-5 ചെടി ഇതുപോലെ ദ്രവിച്ചു പോയി. ഞങ്ങളിവിടെ ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും എങ്ങനെ പോയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ വേറെ ഒരു 3-4 ചെടി വച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച്. അത്രയും പൊക്കത്തിലുള്ള ചെടി തന്നെ വെച്ചാൽ അതിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞിട്ട് പൊടിച്ച് വന്നോളൂല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പരിപാടി അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതേ കോലും കുന്തൊക്കെ ആയിട്ട് വന്നേക്കുക, കുഴി കുത്താനായിട്ട് കേട്ടോ. കുത്തുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കൈ കൊണ്ട് കുത്തിയിട്ട് ഞാൻ വീഡിയോ പിടിച്ചിട്ട് പിന്നെ ശരിക്കങ്ങ് കുത്തിയിട്ടോ. അങ്ങനെ പിന്നെ കുഴിയെല്ലാം കുത്തി അതിന് ശേഷം അതിൽ മണ്ണ് ചിരട്ട കൊണ്ട് കോരി എടുത്തിട്ട് നല്ലോണം ആഴത്തിലാണ് കുത്തിയത്. എന്താണെന്ന് വെച്ചാൽ വലിയ അതിൻ്റെ കട്ട് ചെയ്ത വലിയ ചെടിയായിട്ടാണ് നട്ടത്. അപ്പോൾ അതിൻ്റെ വേര് നല്ലോണം ഇറങ്ങണം. അതിന് വേണ്ടി വലിയ കുഴിയാണ് എടുത്തത്. 5 കുഴി എടുത്തിട്ടോ. അങ്ങനെ എല്ലാ കുഴിയും എടുത്ത് ഞാൻ മാറ്റി വച്ചു. നമുക്ക് ഇങ്ങനത്തെ പണിയും അറിയാട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ചെടിയൊക്കെ നമ്മൾ തന്നെയല്ലേ നടണത്, വേറെ ആരും വന്ന് നടില്ലല്ലോ. അപ്പോൾ അങ്ങനെ 5 കുഴി എടുത്തു. അതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇത് നനയ്ക്കണം നന്നായിട്ട്. അതിൽ ഇപ്പോൾ ഈ സമയത്തായതുകൊണ്ടേ നന്നായിട്ട് വെള്ളം ഒഴിച്ചാൽ മാത്രമേ നിൽക്കുള്ളൂ. അപ്പോൾ ഞാനത് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് പൈപ്പ് എടുക്കണം. ഇനി മോട്ടർ ഓൺ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. 5 എണ്ണം കഴിഞ്ഞിട്ട് ഇനി ഞാൻ വെള്ളം 5 കുഴി എടുത്തിട്ടുണ്ട്. ചെടിയുടെ കമ്പ് നോക്കിക്കോ, വലിയ കമ്പാണ് കേട്ടോ. പൊക്കത്തിലുള്ള കമ്പാണ്, അതിൻ്റെ ഒപ്പം തന്നെയുള്ള കമ്പാണ് അത് വെച്ചിരിക്കുന്നത്. ആ ചെടി തന്നെ വച്ചാൽ അത് പൊടിച്ച് വന്നോളും. അപ്പോൾ ഇപ്പോഴുള്ള ഇലയൊക്കെ അങ്ങ് കൊഴിഞ്ഞ് പൊക്കോളൂ അത്. എന്നിട്ട് വേറെ അതിൻ്റെ ഇല പൊടിച്ച് വന്നോളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ 5 എണ്ണത്തിലും ഇറക്കി വെച്ചു. ഇനി നമുക്ക് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ മോട്ടർ ഓൺ ചെയ്യാൻ വേണ്ടി വീട്ടിൽ വന്ന് മോട്ടർ ഓൺ ചെയ്യാൻ കേട്ടോ. തന്നെത്താനെ കേട്ടോ വീഡിയോ പിടിക്കലും ഇത് എല്ലാം ഒരുമിച്ചായതുകൊണ്ട് ഒരു വേഗം തന്നെ പിടിക്കണതേ, അതുകൊണ്ട് നോക്കണം കേട്ടോ. അപ്പം ഞാൻ ആ ചെടി നിറയെ ഇങ്ങനെ വെള്ളം ഒഴിച്ചാൽ വെള്ളമൊക്കെ ഭൂമിയിലേക്ക് വലിഞ്ഞു പോയതിന് ശേഷമാണ് ഈ 2-3 വട്ടം അങ്ങനെ ഞാൻ വെള്ളം ഒഴിച്ചു കേട്ടോ. ആ വെള്ളമൊക്കെ ഇങ്ങനെ ഭൂമിയിലേക്ക് വലിഞ്ഞ് പോവുകയാണ്. നമ്മളിവിടെ മണ്ണിറക്കിച്ചതാണ് കേട്ടോ. ഈ വഴിയിലേക്ക് നല്ല മണ്ണിട്ട് നികത്തിയതാണ്. ഇവിടെ പൂഴി മണ്ണാണ്, പക്ഷേ നമ്മൾ വാങ്ങിയ മണ്ണാണ് കേട്ടോ. കൽപ്പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ് കുഴിക്കാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭൂമിയിലേക്ക് ഇങ്ങനെ വെള്ളം നന്നായി വലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതെല്ലാം വലിഞ്ഞു പോയി വറ്റിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ മണ്ണിട്ട് കൊടുക്കുന്നത്. അപ്പോൾ മണ്ണ് എല്ലാ 5 എണ്ണത്തിൽ ഇതേപോലെ മണ്ണിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ്, ലൈക്ക്, ചാനൽ ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. എൻ്റെ FB അക്കൗണ്ടിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സ്റ്റാർ തരണം, കമൻറ്റ് തരണം, ലൈക്ക് തരണം എന്നൊക്കെ പറയുവാണ്. ഇഷ്ടമുള്ളവരതൊക്കെ ചെയ്തേക്കണേ. ഇത് നല്ല പണിയുണ്ടായിരുന്നു, കുറേ നേരത്തെ പണിയാണ്. ആ കല്ല് ഭയങ്കരമായിട്ട് കുത്തിയെടുക്കാൻ നല്ല പാടാണ് കേട്ടോ. എന്നാലും ഞാനത് ചെയ്തു. എന്നുവെച്ചാൽ ആ ചെടി അവിടെ ഇല്ലാത്തതുകൊണ്ട് മഹാവൃത്തികേടാണ്. എന്നുവെച്ചാൽ ഈ അറ്റത്തുനിന്ന് ആ അറ്റം വരെ നല്ല കാവടി പോലെ നിൽക്കണതാണ്. ആ ഇടയിൽ നിന്ന് ഒരു 5 എണ്ണങ്ങൾ പോയി. അപ്പോൾ 5 എണ്ണത്തിന് പകരം നമ്മൾ 5 എണ്ണം വച്ചു കൊടുത്തു. അപ്പോൾ നല്ലതായിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ചെടി നട്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ നല്ല വെയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെടി വാടി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ ചെടി എല്ലാത്തിലും മണ്ണൊക്കെ ഇട്ടു നല്ല ഭംഗിയാക്കി കണ്ടോ. ഇനി അതൊന്ന് ഉറപ്പിച്ച് കൊടുക്കണം. അതിനെ കട്ടാമ്പാര തിരിച്ച് പിടിച്ചിട്ട് ആ മണ്ണിലേക്ക് നമ്മളിങ്ങനെ അതിങ്ങനെ കുത്തി ഉറപ്പിച്ച് ഞാൻ, അല്ലെങ്കിൽ ആ വലിയ ചെടിയല്ലേ അതിങ്ങനെ ചാഞ്ഞ് പോവും, മറിഞ്ഞിട്ട് വീഴില്ല. നല്ല കുഴിക്ക് നല്ല ആഴമുണ്ട്, അതുകൊണ്ട് വീഴില്ല. എന്നാലും ഞാൻ നന്നായിട്ടൊന്ന് അത് വെച്ചിട്ട് നന്നായിട്ട് ഇടിച്ച് ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.